ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാരെയും വിളിക്കുന്നതാണ്. സത്യങ്ങൾ തുറന്നു പറയും. അപ്പൊ നിങ്ങൾ നെറ്റിപ്പോകും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ ഒരേ സെറ്റിൽ എടുക്കാൻ പോകുന്ന എൻ്റെ രണ്ടാമത്തെ കോണ്ടന്റ്. ഈ ടോപ്പിക്ക് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് കാരണം ഞാൻ ഈ റിയാക്ഷൻ വീഡിയോയിൽ കയറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് പൊങ്കാല കിട്ടിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു എലിസബത്ത് ബാല വിഷയം. ഈവൻ ഞാൻ അതിലെ നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ വരെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം എലിസബത്ത് ബാല വിഷയത്തിലോട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം, സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ 99% ഓഫ് ആൾക്കാരും എലിസബത്തിൻ്റെ സൈഡിലാണ്. 1% ഓഫ് ആൾക്കാർ മാത്രമായിരുന്നു ബാലേൻ്റെ സൈഡിലുണ്ടായിരുന്നത്. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാലേൻ്റെ സൈഡിൽ നിന്നിട്ടില്ല. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ കൂടിയും ഞാൻ കൺവേ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കോടതിയിൽ പോയി കേസ് കൊടുക്കാനോ എന്നൊക്കെ പറഞ്ഞുകൂടിയാണ്. അതിന് ശേഷമാണ് എലിസബത്തിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊടുക്കുന്നത്. അപ്പോഴേക്ക് എൻ്റെ കൃഷ്ണ, എനിക്ക് ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട സമയത്ത് എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് പോയത് ഈ ഒരു സാധനം. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ യൂണിവേഴ്സ് അവിടെ പോയി എന്നുള്ളത്. കാരണം കുറച്ച് കാലങ്ങൾ മുമ്പ് രേണു യൂണിവേഴ്സ് ഇറങ്ങുന്നതിന് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സ് തന്നെയായിരുന്നു എലിസബത്ത് ബാല യൂണിവേഴ്സ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ബാലയുടെ ഒരു വീഡിയോ ഇന്ന് കണ്ടത്. അത് ഒരു ട്രോൾ പേജിലോ കണ്ടതാണ്. അപ്പം ഞാനിത് കണ്ട സമയത്ത് ഞാനിങ്ങനെ നോക്കി, പിന്നെ എനിക്ക് അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്നില്ല എന്ന് കരുതി വിട്ടേ. പിന്നെ ഞാനിത് ഇപ്പം ഇരുന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തത്, ആ പേജ് ഏതാന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എവിടെ പോയി എലിസബത്ത്, വേർ ഈസ് എലിസബത്ത് എന്ന് കരുതി ഞാൻ എലിസബത്തിൻ്റെ പേജിലും പോയി. അപ്പം എലിസബത്തിൻ്റെ പേജിൽ പോയപ്പോൾ ഞാൻ കണ്ട സാധനങ്ങൾ ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുക്കാം. എലിസബത്തിൻ്റെ പേജ് ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് വിശകലനം ചെയ്തു. റീസെൻ്റ്ലി കുറച്ച് കാലങ്ങൾ ആയിട്ട് എലിസബത്ത് ബാല റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടില്ല. ആളുടെ കാര്യങ്ങളായിട്ടാണ് പോകുന്നത്. ആളെന്തോ പെറ്റ്സിനെ പിടിക്കുന്നതും സിംഗപ്പൂർ പോകുന്നതും ട്രാവലും ജിമ്മിൽ പോകുന്നതും അങ്ങനെ ഷോർട്സിൻ്റെ സൈഡിലാണെങ്കിലും ലോങ് വീഡിയോൻ്റെ സൈഡിലാണെങ്കിലും എലിസബത്തിൻ്റെ ഒരു ലൈഫിലാണ് പോകുന്നത്. പിന്നെ അമൃത ഓഫ് കോഴ്സ് ഒന്നുമില്ലാണ്ട് വേറെ ഏതൊക്കെയൊക്കെയോ വഴി പോകുന്നു. അമൃതയ്ക്ക് വേറെ പല കോൺട്രവേഴ്സി ആയിട്ട് അമൃത വേറെ സൈഡിൽ കൂടെ പോകുന്നു. പിന്നെയുള്ള കോകിലയായിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമല്ല, കാരണം ഈ വീഡിയോയിൽ തന്നെ കോകിലേനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഇടയത്തെ നെയിംസ് എനിക്കറിയില്ല. പിന്നെ ഞാൻ കരുതി ഇപ്പം എന്താണ് ഒരു വിഷയം എന്നിങ്ങനെ ഞാൻ പോവുമായിരുന്നു. അപ്പം മനസ്സിലായല്ലോ, ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ബാലചേട്ടൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ഗൈസ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഈ വീഡിയോയിൽ എലിസബത്ത്, അമൃത എന്ന് പറയുന്ന ബാലയുടെ ഭാര്യമാരുകളെ പറ്റി സംസാരിക്കുന്നില്ല. ബാല ഇട്ട ഈ വീഡിയോനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ വണക്കം തമ്പി, വണക്കം. എല്ലാവരും സബ്സ്ക്രൈബ് പണ്ണും. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ബാലാണ്. ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നി, വേറെ മാർഗമില്ല. ഇവിടെയൊക്കെ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ അറിയോ, ഇവർക്കൊക്കെ പറയാൻ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. വേറെ എന്തൊക്കെ സ്പേസ് ഉണ്ട്? ഭാര്യനോട് പറയും, മക്കളോട് പറയും, അമ്മേനോട് പറയാം, കുട്ടീനോട് പറയാം. ബൈ സോഷ്യൽ മീഡിയ. അടുത്ത് കുറച്ച് വീഡിയോസ് കണ്ടു. എന്ത് വീഡിയോ ആണ് ബാലചേട്ടൻ കണ്ടേ എന്ന് എനിക്കറിയില്ല. ഞാൻ കരുതിയത് ഇനിയിപ്പോൾ ബാലചേട്ടൻ എഗെയിൻസ്റ്റ് ആരെങ്കിലും റിയാക്ട് ചെയ്തതോ അല്ലെ ബാലചേട്ടൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച വീഡിയോസ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് വേണ്ടി ആക്ടർ ബാല കോൺട്രവേഴ്സി, ബാല ലേറ്റസ്റ്റ് വീഡിയോ, ബാല ഓൾഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി പിടിച്ച് കുറേ വീഡിയോകൾ ഞാനിങ്ങനെ അടിച്ചു നോക്കി. ഇതിലൊന്നും ബാലേനെ പറ്റി ഒരാൾ നെഗറ്റീവ് പറയുന്നതോ സംസാരിക്കുന്നതോ ആയ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് വീഡിയോ ആണ് എന്നുള്ളത് ഗൈസ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മേ ബി മനസ്സിലാക്കൽ കുറവ്.
എന്റെ കാര്യം വേറെ വഴിയില്ല അതുകൊണ്ട് പറയാം. 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് 10 ലോ. കൊല്ലമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ബാലയ്ക്കെതിരെ വന്നിട്ടുള്ള ഒരു സൈബർ കേസ്, എന്തോ ഒരു പൊളിറ്റിക്കൽ എന്തോ ഒരു ലീഗൽ കേസിനെ കുറിച്ചിട്ടാണ് ബാല ഇവിടെ സംസാരിക്കുന്നത്. 1-2 വീഡിയോ എടുക്കുമ്പോൾ ആകെ കിളി പോകും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചേട്ടാ 10 കൊല്ലമായിട്ടൊരു കേസ് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ഗൂഢതയാണ്. ഗൂഢതി. കോടതിയിൽ പല കേസുകളും 7, 8, 10, 11, 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനമാവുക. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം വിഷമിച്ചിട്ടുള്ള ഹേർട്ട് ചെയ്തിട്ടുള്ളൊരു വിഷയമായിരുന്നു മധുവിൻ്റെ. വിശന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആൾക്കാരെ കെട്ടിയിട്ട് അവനില്ലാണ്ടാക്കിയൊരു വിഷയം. അതിന് തീരുമാനം വന്നത് ഇന്നലെ. ഇതാണ് കോടതി, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യത്തെ കോടതി, കേരള കോടതി. കാരണം ഇവർക്കൊന്നും പെട്ടെന്നൊന്നും ഒന്നിനും തീരുമാനം എടുക്കാൻ വയ്യ. കാരണം അത് നടന്ന് പെട്ടെന്ന് തീരുമാനം എടുത്ത് ചൂടോടുകൂടി തീരുമാനം എടുത്താലല്ലേ ആ ചൂട് നിലനിൽക്കൂ. ഇത് തണുത്ത് മരവിച്ച് പിണ്ടിയായി വണ്ടാരടങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മളുടെ നിയമം തീരുമാനം എടുക്കുക. പിന്നെ ഇപ്പോൾ ബാലചേട്ട 10 കൊല്ലം ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ലീഗൽ സിസ്റ്റം എന്നുള്ള ബാലചേട്ടനൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്, ആണല്ലേ, പറയാൻ പാടില്ല. ഈ ഒരു സാധനത്തിനോട് 100 അല്ല 200 അല്ല 1000% ഞാൻ യോജിക്കുന്നു. കാരണം അതിന് ഞാൻ അഗെയിൻസ്റ്റാണ്. പുരുഷൻ്റെ നെയിം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റുമെങ്കിൽ സ്ത്രീയുടെ പേരും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാം. 2 പേരും ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറച്ച് കാലം കഴിയുമ്പോൾ റിവെഞ്ചിൻ്റെ പേരിൽ അബ്യൂസ് എന്ന രീതിയിൽ പറയുന്ന സമയത്ത് ആ അബ്യൂസ് നേരിട്ട അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത വ്യക്തിയെ അതിജീവിത എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഈ കാര്യത്തിലൊക്കെ ബാലചേട്ട, ഈ ഒരൊറ്റ കാര്യത്തിൽ ബാലചേട്ടനല്ല, ഈ പുരുഷന്മാരുടെ സൈഡിലാണ് ഞാൻ. ഇതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യണടാ, ഇതൊക്കെ നിങ്ങൾ സംസാരിച്ചോളി, ഒരു കുഴപ്പമില്ല. ആണിൻ്റെ പേര് എക്സ്പോസ് ആക്കാൻ പറ്റുമെങ്കിൽ പെണ്ണിൻ്റെ പേരും എക്സ്പോസ് ആക്കാം. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിലാക്കുന്നു, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഈ മീഡിയയെ കുറിച്ച് ആണുങ്ങൾ കരയാൻ പാടില്ല, ആണുങ്ങൾ തൻ്റെ സങ്കടം മനസ്സിൽ തന്നെ ഒതുക്കണം എന്നുള്ളത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്ന് പറഞ്ഞു എന്നൊരു സാധനമേ ഇല്ല. ആണുങ്ങളാണ് കരയാത്തത്, ആണുങ്ങളാണ് സങ്കടം ഒതുക്കി പിടിക്കുന്നത്, ആണുങ്ങളാണ് പുറത്ത് പറയാണ്ട് നിൽക്കുന്നത്. പറയണം. ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരു ഹസ്ബൻഡും വൈഫും വരുന്ന സമയത്ത് ഹസ്ബൻഡിനൊന്നും പറയാനില്ല. മാക്സിമം ഒരു 10-20 ലൈനിൽ നിർത്തും. ഭാര്യ മണിക്കൂറുകൾ എടുത്തിട്ടാണ് പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നത്. സംസാരിച്ചൂടെ, കരഞ്ഞൂടെ, നിങ്ങളായിട്ടാ ചെയ്യാട്ടെ, നിങ്ങളായിട്ടാ പറയാത്ത, വേറെ ആരുമല്ല. ഒരു കാര്യം പറയുന്നത്, മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ആണാ മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തില്, അറിയാമോ? ഒന്ന് വേണ്ട പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതെല്ലാം പുറത്ത് വന്ന 10 കൊല്ലം 10 years ഇപ്പൊ എനിക്ക് വിവാഹം കഴിച്ചു. എന്നുடைய വൈഫ് പിറന്ന നാളാണ്. മീഡിയനെ ചതിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞത്. അപ്പം മീഡിയനെ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ തിങ്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, മേ ബി എലിസബത്തിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം എലിസബത്താണ് മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായി യൂസ് ചെയ്തുകൊണ്ട് ബാലയ്ക്ക് എഗെയിൻസ്റ്റ് ഒരുപാട് സംസാരിച്ചത്. ഈവൻ അമൃത അത് ചെയ്തതായി ഞാൻ കണ്ടിട്ടില്ല. ഇനി വേറെ ഭാര്യമാരുടെ ഒന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എലിസബത്താണ് മീഡിയ ഒരു പ്ലാറ്റ്ഫോം ആക്കി ആളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ബാലയ്ക്ക് എഗെയിൻസ്റ്റ് ഡെയിലി ഓരോരോ സാധനങ്ങൾ ഇടുകയും ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സംസാരിക്കുകയും ചെയ്തത്. ഇവർ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ആ മീഡിയയിൽ കൂടെ കാണിച്ച ഒരു കാര്യം വിശ്വസിച്ച് കൊണ്ട് എന്നെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഇപ്പം മീഡിയ ആൾക്കാരെ പറ്റിച്ചു എന്ന് പറയുന്നത് ലിറ്ററലി എൻ്റെ തോട്ട് കൂടെ എനിക്ക് മനസ്സിലായത് ഈ വ്യക്തിയാണ്. എങ്ങനെ പറ്റിച്ചു എന്നുള്ളത് ഒരു തെളിവ് പോലെ ഇതിൽ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. പറയാത്തിടത്തോളം കാലം ഞാനിത് വിടുന്നു. കേസ് 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 കേസ്
എന്ത് ചെയ്യും ഞാൻ എവിടെ ഉള്ളത്? ഇന്ന് രാവിലെ വൈക്കം അമ്പലമില്ല ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കുടുംബമായിട്ട്, എൻ വൈഫ്, എൻ മാമിയാർ, അവളുടെ അനിയത്തി, എന്നോട് ചിത്തപ്പ എല്ലാവരും വന്നിട്ടുണ്ട്. കോക്കിലയുടെ പിറന്നനാൾ 2 ദിവസത്തിലാണ്, 27 വിശേഷങ്ങളുണ്ട്. ഇവിടെ നിയമമുണ്ടോ? കേരളത്തിൽ ഈ ലോകത്ത് നിയമമുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മീഡിയാവെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാവരെയും വിളിക്കുന്നതാണ്. സത്യങ്ങൾ തുറന്നു പറയും. അപ്പൊ നിങ്ങൾ നെറ്റിപ്പോവും. പറ്റാതെ കൊണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. താങ്ക് യു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു പ്രസ് മീറ്റ് ഭയങ്കര വൈറലായിരുന്നു. എൻ്റെ വീഡിയോന് താഴെ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും. പിന്നെന്താ, നിങ്ങളെന്താ സ്ത്രീകളെ മാത്രമേ സപ്പോർട്ട് ചെയ്യൊരു സാധനം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാം. ഞാൻ എല്ലാ ടോപ്പിക്കും കാണണമെന്നില്ല, എല്ലാ ടോപ്പിക്കും എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളൊരു വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ മുന്നിൽ ഒരുപാട് എഫോർട്ട് ഉണ്ട്. നമ്മളൊരു കണ്ടൻറ് ഇരുന്ന് അത്രത്തോളം പഠിച്ചാൽ മാത്രമേ നമുക്കിവിടെ വന്ന് സംസാരിക്കാൻ പറ്റൂ. എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റിനെ കുറിച്ച് ഒരു ബേസ് ഉണ്ടാവണം. ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയിരുന്ന സമയത്ത് ഞാൻ ഒന്നാമത് എൻ്റെ വർക്ക് കാര്യങ്ങൾ കാരണം തിരക്കാണ്. ഇന്നലെ ഒന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ വർക്കിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 7:15, 7:40 എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതിന് മുമ്പ് എനിക്കൊരു 3 വീഡിയോ എടുക്കണം. ഇനി ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എൻ്റെ ട്രാവലിംഗ് ടൈമിലും എൻ്റെ വർക്കിൻ്റെ ബ്രേക്ക് ടൈമിലും അപ്ലോഡിങ് ഒക്കെ നടക്കുക. അപ്പം ഇങ്ങനെ വരുമ്പോൾ ചില കണ്ടൻറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പം ഇതൊക്കെ ഏത് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷൻ ഉണ്ടായിരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കണ്ടാൽ തന്നെ ഒരു ബേസും കിട്ടും, സംസാരിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, പ്രസ് മീറ്റ് വിളിക്കും, കാര്യങ്ങൾ പറയരുത്. എനിക്ക് ബാലയ്ക്ക് പ്രസ് മീറ്റ് വിളിക്കണേ വിളിക്കാം, ബാലയ്ക്ക് കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം. കാരണം ബാലയുടെ കാര്യങ്ങൾ പറയേണ്ടത് ബാല തന്നെയാണ്. ബാലയ്ക്ക് അതിനുള്ള സ്പേസും ഉണ്ട്, എത്ര കാലം വേണമെങ്കിലും പറയുകയും ചെയ്യാം. പക്ഷെ എന്തിനാണ് ഇവിടെ ഇതിപ്പോൾ ഒരു വിഷയമായത്, എന്തിനാണ് ഇപ്പോൾ ഇതിവിടെ ഒരു ഡിസ്കഷൻ ആയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എലിസബത്തിൻ്റെ കാര്യം നോക്കി വേറെ ഏതോ വഴി കൂടെ പോകുന്നു. എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ഒരു സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഇത് എന്തിനാണ് കയറി പറഞ്ഞത്? എന്ത് കൊടുത്ത് വിഷയം, എന്ത് കൊടുത്ത് അണ്ണാക്കാൻ എന്താ പറ്റിയത്? എലിസബത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി എന്തൊരു കോൺട്രവേഴ്സി ഇല്ലാത്തതുകൊണ്ടാണോ, ഇനി എലിസബത്ത് കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ലെറ്ററോ കാര്യം കിട്ടിയോണ്ടാണോ, എന്താ അറിയില്ല. എന്തായാലും ഈ യൂണിവേഴ്സ് ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ഇനി എന്താവുന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം.